മഴതോരു മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. വൈജയന്തിയുടെ അടുത്ത് ശിവരാമൻ വിളിച്ചിട്ട് ബാലചന്ദ്രൻ നടത്തിയ ചർച്ചയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. എങ്ങനെയാണ് അലീന ആ വീട്ടിലേക്ക് എത്തിയത് എന്ന കാര്യത്തെ പറ്റിയിട്ട് നിനക്കറിയാമോ വൈജയ് എന്ന് ശിവരാമൻ ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ മനുവും ബാലചന്ദ്രനും കൂടി ചേർന്നിട്ട് അലീന ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്നായിരുന്നു വൈജയന്റെ മറുപടി. എന്നാൽ വൈജയ്, സംഭവങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ നല്ലൊരു കളി കളിച്ചിരിക്കുന്നത് ബാലചന്ദ്രനാണ്. അയാളുടെ സ്വന്തം മകളെ വീട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് അയാൾ കളിച്ച നാടകമായിരുന്നു ഇതൊക്കെ എന്ന് ശിവരാമൻ വെളിപ്പെടുത്തി. ശിവേട്ടൻ, ഇതൊന്ന് തെളിയിച്ചു പറയാമോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ ഈ ബാലചന്ദ്രന്റെ മകളാണ് അലീന എന്നുള്ള സത്യം ശിവൻ അങ്ങ് തുറന്നു പറഞ്ഞു. അയാളുടെ മകളെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇത്രയും നാളും നാടകം കളിച്ചത് എന്നൊക്കെ പറയും. അയാളും ആ ബ്രിജിത്ത മമ്മയും കൂടെ ചേർന്ന് അച്ഛനെ കണ്ട് സ്വന്തം മകളുടെ കുടുംബജീവിതം തകർക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അലീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്നുള്ള തീരുമാനം പറഞ്ഞത് എന്നും ശിവേട്ടൻ പറഞ്ഞു. അവസാനം ബാലചന്ദ്രൻ വിചാരിച്ച പോലെ തന്നെ അവൻ്റെ വീട്ടിൽ അലീനയെ എത്തിക്കാൻ പറ്റി. ഒരു വേലക്കാരി മാത്രമായിരുന്ന അലീനെ ഇപ്പോൾ മകളുടെ സ്ഥാനത്തേക്ക് എല്ലാവരുടെയും മുന്നിൽ പ്രദർശിപ്പിക്കാൻ നീയും അതിനൊരു കാരണക്കാരിയാണ് വൈജയ് എന്ന് ശിവരാമൻ വൈജയന്തിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. എന്നാൽ ഇത് കേട്ട് ഞെട്ടലോടുകൂടെ തന്നെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ശിവേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ എന്ത് ചെയ്തു എന്നാ വൈജു ചോദിക്കുന്ന സമയത്ത് തന്നെ പിന്നല്ലാതെ വെറും ഒരു വേലക്കാരി മാത്രമായിരുന്ന, അതായത് മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന മണ്ണിരയെ മകുടി ഊതി ഊതി നീ ഇപ്പോൾ രാജവെമ്പാലയാക്കി വെച്ചിരിക്കുകയാണ്. അന്ന് അവൾക്ക് വേലക്കാരിയുടെ സ്ഥാനമായിരുന്നല്ലോ. അതേ സ്ഥാനത്ത് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. നീ വെറുതെ ഓരോരോ കാര്യങ്ങൾ ചെയ്തു വെച്ചുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ വഷളായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ശിവരാമൻ വൈജയന്തിയോട് ദേഷ്യപ്പെട്ടു. ഇപ്പോൾ അയാൾ വിചാരിച്ച പോലെ അവളെ മകളായിട്ട് എല്ലാവരും അംഗീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. വേലക്കാരിയെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് സ്വന്തം മകളാക്കി അവിടെ നിർത്താനായിരുന്നു അയാളുടെ പ്ലാന്. അതിനുള്ള സഹായമാണ് വൈജയ് നീ ഇത്രയും കാലം അയാൾക്ക് ചെയ്തു കൊടുത്തത്. ബാലചന്ദ്രന്റെ മകളാണല്ലോ അലീന, അതുകൊണ്ട് നിനക്കിനി അവളെ പുറത്താക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇതൊക്കെ ബാലചന്ദ്രൻ ചുമ്മാ പറയുന്ന കള്ളങ്ങളായിരിക്കുമെന്ന് വൈജയന്തി തർക്കിച്ചു. എന്നാൽ ശിവരാമൻ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അയാൾ വ്യക്തമായിട്ട് പറഞ്ഞ കഥകൾ ശിവരാമൻ വൈജയന്തിക്ക് വിവരിച്ചു കൊടുത്തു. ബാലചന്ദ്രൻ ഖത്തറിലേക്ക് പോയ സമയത്ത് തന്നെ അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ടായിരുന്നു. പിന്നീട് 22 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ മരിച്ചതെന്നും അതിനുശേഷം ബ്രിജിത്ത മമ്മിയും ബാലചന്ദ്രനും കൂടി ചേർന്ന് സ്വന്തം മകളെ തിരികെ കൊണ്ടുവരാൻ അച്ഛനെ ഒരു കരുവാക്കുകയായിരുന്നുവെന്നും ശിവരാമൻ പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് വൈജയന്തിക്ക് ശരിക്കും തൻ്റെ ചങ്ക് തകർന്നു പോകുന്ന വേദനയായിരുന്നു. ബാലചന്ദ്രൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ അവൾക്കപ്പോഴും പറ്റിയില്ല. പക്ഷേ വൈജയ്, ഇതൊക്കെയാണ് യാഥാർത്ഥ്യം, നീ ഇത് വിശ്വസിച്ചേ പറ്റൂ എന്നാണ് ശിവരാമൻ തറപ്പിച്ച് പറയുന്നത്. ശിവേട്ട, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വൈജയന്തി സങ്കടത്തോടെ പോയി ചോദിക്കുന്ന സമയത്തിന് നീ എന്തായാലും എടുത്തു ചാടിയിട്ടൊരു തീരുമാനമൊന്നും എടുക്കേണ്ട, നമുക്ക് ആലോചിച്ച് ചെയ്യാമെന്നും പറഞ്ഞ് ശിവരാമൻ പോകുന്നു. ഇല്ല ശിവേട്ട, എനിക്കിപ്പോഴും തോന്നുന്നത് ബാലചന്ദ്രൻ അലീനെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ചുമ്മാ കള്ളക്കഥ ഇറക്കിയതാണെന്നാണ്. കാരണം വൈജയന്തിക്ക് അതൊട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിനക്ക് അത്ര സംശയമുണ്ടെങ്കിൽ നീ തന്നെ ചെന്നിട്ട് നിന്റെ ഭർത്താവിനോട് ചെന്ന് ചോദിക്കടി. അപ്പോൾ അവൻ പറയുമല്ലോ നിന്നോട് സത്യം. അപ്പോൾ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമല്ലോ. അതുമാത്രമല്ല, അവിടെ ഇരിക്കുന്ന എത്ര ആൾക്കാരുടെ മുന്നിലാണ് അയാൾ ഈ കഥ പറഞ്ഞത്? ഇല്ലാത്ത കഥയാണെങ്കിൽ അയാൾ ഇങ്ങനെ പറയോ? ആർക്കെങ്കിലും സ്വയം നാണം കെടാൻ വേണ്ടിയിട്ട് ഇത്തരം കഥകൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഇങ്ങനെ സംഭവിച്ചാൽ തന്നെ എല്ലാവരും അത് മറച്ചു വെക്കാനല്ലേ നോക്കുക എന്ന് ശിവരാമൻ ചോദിച്ചപ്പോൾ വൈജയന്തിയുടെ മുഖമെല്ലാം അങ്ങ് മാറുന്നുണ്ട്. വൈജയന്തി ചെയ്തതും അതുതന്നെയാണല്ലോ എന്ന ചിന്ത അവൾക്കുണ്ടായി. അയാൾക്ക് വേറെ രക്ഷയില്ല എന്ന് കണ്ടപ്പോഴാണ് സത്യം പുറത്തു വന്നത്. വൈജയന്തിക്ക് അന്നേരം ദേഷ്യവും സങ്കടവും വന്നു. എല്ലാം കൂടി ആകെ വിഷമത്തിലായിരുന്നു വൈജയന്തി. ബാലചന്ദ്രന് ആകെ 3 മക്കൾ മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഞാൻ അവളെ അംഗീകരിക്കില്ല എന്ന് വൈജയന്തി ഉറപ്പിച്ചു പറയുന്നു. നീ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അലീന ബാലചന്ദ്രന്റെ മകളാണെങ്കിൽ ആ വീട്ടിൽ മറ്റു കുട്ടികൾക്കുള്ള അതേ അവകാശം തന്നെ അവൾക്കുമുണ്ട്. അവളെ പുറത്താക്കാൻ ഇനി കേസിൻ്റെയോ കോടതിയുടെയോ പുറകെ പോവാനൊന്നും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മളൊന്ന് ഒതുങ്ങി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് ശിവരാമൻ വൈജയന്തിയെ ഉപദേശിച്ചു. ശിവേട്ടൻ എന്തൊക്കെയായി പറയുന്നത് എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ പിന്നല്ലാതെ വൈജയ്, നിന്റെ മക്കൾക്കുള്ള അതേ സ്ഥാനവും സ്വത്തിലെ പങ്കും ഇനി അലീനക്കുമുണ്ട്. ഇനി ഇതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും അവളെ അവിടെ നിന്നും പറഞ്ഞു വിടണം എന്ന് ശിവരാമൻ പറഞ്ഞു. അതിന് ബാലചന്ദ്രൻ സമ്മതിക്കുമോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ അവൾക്ക് വല്ല പണമോ മറ്റോ കൊടുത്തിട്ട് നൈസായിട്ട് അങ്ങ് ഒഴിവാക്കണം, അല്ലാതെ ഏത് പോലീസിനെ വെച്ചും കോടതി വെച്ചിട്ടും അവളെ പുറത്താക്കാൻ പറ്റില്ല എന്നും ശിവരാമൻ വ്യക്തമാക്കി. അന്നേരം വൈജയന്തി ആകെ തളർന്ന അവസ്ഥയിലാണ്. ദേഷ്യവും സങ്കടവും എല്ലാം കൂടി വന്ന വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അവൾ നേരെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അവിടെ ഇരിക്കുകയായിരുന്നു. വൈജയന്തിയെ കണ്ട ഉടനെ തന്നെ മോളെ, നിനക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശി ഭയങ്കര കരച്ചിലായിരിക്കും.
ഇത് കേട്ട് വൈജയന്തി ചോദിക്കുന്നു. അമ്മ എപ്പോഴും പറയുമായിരുന്നല്ലോ ബാലചന്ദ്രൻ മകനാണ് എന്നൊക്കെ. എന്നെക്കാളും പ്രാധാന്യം അയാൾക്കായിരുന്നല്ലോ. ഇപ്പോൾ അയാളുടെ തനി സ്വരൂപം അമ്മക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അമ്മ തിരിച്ചു ചോദിക്കുന്നുണ്ട്, മോളെ ഇങ്ങനൊരുത്തൻ്റെ കൂടെ ഇനി നീ എങ്ങനെയാണ് ജീവിക്കുന്നത്? എനിക്കിനി ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല അമ്മേ. ഇങ്ങനെ അങ്ങ് തീർന്നു പോയാൽ മതി എന്നായിരുന്നു ഇപ്പം എൻ്റെ മനസ്സിലെ ചിന്ത എന്ന് സങ്കടത്തോടു കൂടി തന്നെ വൈജയന്തി പറയുന്ന സമയത്തിന് മുത്തശ്ശിക്കും ആകെ വിഷമായിരിക്കും. എന്തായാലും അമ്മേ, ഞാനും അവളും ഈ വീട്ടിലേതായാലും ഇനി ഒരുമിച്ച് പോവില്ല. പകൽമാന്യനായി നടന്ന അയാളുടെ തനി സ്വരൂപം പുറത്തു വന്നില്ലേ? അയാളും അയാളുടെ ചാരപുത്രിയും കൂടി ഇവിടെ ജീവിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് വൈജയന്തി തുള്ളിക്കളിക്കാണ്. പക്ഷേ ബാലചന്ദ്രൻ തന്നെ രക്ഷിക്കാനാണ് ഇത് ചെയ്തത് എന്നൊന്നും പാവം വൈജയന്തി അറിയുന്നില്ലല്ലോ. ബാലചന്ദ്രൻ സത്യമാണ് പറഞ്ഞിരുന്നതെങ്കിൽ വൈജയന്തിക്ക് അപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നു. ഭാര്യയ്ക്ക് വേണ്ടി സ്വയം ബലിയാടാവുകയായിരുന്നു പാവം ബാലചന്ദ്രൻ. പിന്നീട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് അലീന വന്നു. മനുവിനോട് സത്യങ്ങളെല്ലാം തന്നെ അച്ഛൻ തുറന്നു പറഞ്ഞു അല്ലേ എന്ന് അവൾ ചോദിച്ചു. അതെ, എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നു മോളെ. അവൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. ഞാൻ ആ കള്ളക്കഥ പറഞ്ഞപ്പോൾ മറ്റുള്ളവർ വിശ്വസിച്ചുവെങ്കിലും മനു അത് വിശ്വസിച്ചില്ല. കാരണം ഞാൻ ആരാണെന്നും ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന കാര്യം അവന് നന്നായിട്ടറിയാം. അതുകൊണ്ട് സത്യങ്ങളെല്ലാം എനിക്കവനോട് തുറന്നു പറയേണ്ടി വന്നു എന്ന് പറയാണ് ബാലചന്ദ്രൻ. മനുവേട്ടൻ വിഷമിച്ചാണല്ലോ ഇവിടെ നിന്നും പോയത്. ഞാൻ ഈ കാര്യങ്ങളിൽ നിന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അലീന വിഷമിക്കുന്ന സമയത്ത് തന്നെ നിന്നെ ഇതിൽ തടഞ്ഞത് ഞാനാണെന്ന് അവന് നന്നായിട്ടറിയാം. അതുകൊണ്ട് മോള് വിഷമിക്കൊന്നും വേണ്ട എന്ന് അച്ഛൻ സമാധാനിപ്പിച്ചു. അമ്മ ഇനി ഇതറിഞ്ഞു കഴിഞ്ഞാൽ എന്താവുമെന്ന് അലീന ചോദിക്കുമ്പോൾ അവൾ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കണം. 22 വർഷമായിട്ട് എന്നെ അവൾ വിഡ്ഢിയാക്കുകയായിരുന്നില്ലേ? ഇനി കുറച്ചു കാലം അവൾ വിഡ്ഢിയാവട്ടെ എന്ന് അയാൾ പറഞ്ഞു. അപ്പോഴേക്കും അലീന വീട്ടിലേക്കെത്തി അലീനയുടെ നെഞ്ചത്തോട്ടങ്ങ് കയറാണ്. നിങ്ങൾ അച്ഛനും മോളും കൂടി നാടകം കളിക്കുവാണല്ലേ? ഞാനിത് അവസാനിപ്പിച്ചു തരാം. അയാളെ ഞാൻ നാണം കെടുത്തുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടതിനെ അവൾ ഉറഞ്ഞു തുള്ളിക്കൊണ്ടായിരിക്കും വരുന്നത്. അലീന അടങ്ങാൻ പറഞ്ഞുവെങ്കിലും വൈജയന്തി അതൊന്നും കേൾക്കുന്നില്ല. നിന്നെ വേലക്കാരിയായി പോലും കാണാൻ എനിക്ക് താല്പര്യമില്ല. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാനെന്നും പറഞ്ഞുകൊണ്ടതിനെ വൈജയന്തി ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് മുറിയിലേക്ക് പോകുന്നു. ബാലചന്ദ്രനോട് ദേഷ്യം പ്രകടിപ്പിക്കാൻ അവൾ മുറിയിലേക്ക് ചെന്നു. അലീന തടഞ്ഞുവെങ്കിലും വൈജയന്തി കേട്ടില്ല. നിന്റെ അവിഹിത സന്തതിയാണോ എന്ന് എനിക്കറിയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അവൾ നേരെ അകത്തേക്ക് പോകുന്നത്. ബാലചന്ദ്രൻ എന്നാൽ ഇതെല്ലാം തന്നെ പ്രതീക്ഷിച്ച് തന്നെയായിരുന്നു അവിടെ നിന്നിരുന്നത്. ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ നീ കേട്ടത് എന്താണെന്ന് എനിക്കെങ്ങനെ അറിയാമെന്ന് തിരിച്ചു ചോദിക്കാണ് ബാലചന്ദ്രൻ. അലീന നിങ്ങളുടെ മകളാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അത് സത്യമാണെന്ന് അയാൾ തുറന്നു പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്നെ ഇത്ര കാലം ചതിക്കുമായിരുന്നു അല്ലേ? ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കാനൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഞങ്ങൾ ഒരുമിച്ച് ഇനി ഇവിടെ നിൽക്കില്ല എന്ന് വൈജയന്തി പറയുന്ന സമയത്തിന് നീ ഇവിടെ നിന്ന് പോകണമെന്ന് ഞാൻ പറയില്ല എന്നായിരുന്നു ബാലചന്ദ്രൻ്റെ മറുപടി. കൂടെ അയാൾ ഒരു കൊട്ടും കൂടി കൊടുക്കുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും തുറന്നു പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാനൊരു പൊട്ടനാവാമെന്ന്. വൈജയന്തി ഒന്ന് ഇടറുന്നുണ്ട് എങ്കിലും ആ കുഞ്ഞ് മരിച്ചു എന്ന് കരുതിക്കൊണ്ട് ബാലചന്ദ്രൻ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് അവൾ വിശ്വസിച്ചു. ബാലചന്ദ്രൻ്റെ ഭാര്യയായി ഇവിടെ നിൽക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞ് അവൾ മുറിയിൽ നിന്നും ഇറങ്ങി. ബാലചന്ദ്രൻ്റെ അവിഹിത സന്തതി ഉള്ളിടത്ത് തനിക്ക് നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവൾ രാത്രി തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. മാനസികമായി തകർന്ന അവസ്ഥയിൽ കാർ ഓടിച്ചു പോയ വൈജയന്തിക്ക് അവിടെ വെച്ച് വലിയൊരു ആക്സിഡന്റ് തന്നെ സംഭവിക്കുന്നു. ഗുരുതരമായി പരിക്കേറ്റ് ഹോസ്പിറ്റലായ വൈജയന്തിയെ സംരക്ഷിക്കാൻ അലീന തന്നെയായിരിക്കും വരുന്നത്. ഒട്ടും ബോധമില്ലാതെ കിടക്കുന്ന സ്വന്തം അമ്മയെ അലീനെ സ്നേഹത്തോടെ തന്നെ പരിചരിച്ച് ഭേദമാക്കുന്നതും വൈജയന്തി അലീനയുമായിട്ട് അടുക്കുന്നതൊക്കെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയും. ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിന്റെ മുന്നിൽ നിന്ന് തകർന്ന് തരിപ്പണമായിരിക്കുകയായിരുന്നു ബാലചന്ദ്രൻ. കാരണം ഇങ്ങനൊരു അടി ഒട്ടും തന്നെ ബാലചന്ദ്രൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വൈജയന്തി എടുത്തുചാടി ഇങ്ങനെ ആക്സിഡന്റിലേക്ക് പോകുമെന്ന് ശരിക്കും ബാലചന്ദ്രന് ചിന്തിക്കാൻ പോലും പറ്റിയില്ല. വൈജയന്തി ഒരിക്കലും വിഷമിക്കാതിരിക്കാനും വൈജയന്തി ഒരിക്കലും ആത്മഹത്യയിലേക്ക് പോവാതിരിക്കാനും വേണ്ടി മാത്രമാണ് സ്വയം പഴിചാരിക്കൊണ്ട് തന്നെ ബാലചന്ദ്രൻ ഇതെല്ലാം തന്നെ സഹിച്ചു നിന്നത്. പക്ഷേ അത് തനിക്ക് തന്നെ വിനയായി വന്നിരിക്കുന്നു. തൻ്റെ മകളാണെന്ന് താൻ കള്ളം പറഞ്ഞ അലീന അതേ വൈജയന്തിയുടെ ജീവൻ രക്ഷിക്കാൻ രക്തം നൽകി അകത്തു നിൽക്കുന്നു എന്ന സത്യം അയാളെ വല്ലാതെ നീറ്റി. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ വൈജയന്തി കണ്ണു തുറന്നു. പക്ഷേ പഴയ ഗർവോ ദേഷ്യമോ ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നില്ല. തന്നെ വളരെയധികം സ്നേഹത്തോടെ പരിചരിക്കുന്ന അലീനയെ കണ്ടപ്പോൾ അവൾ ആദ്യമൊന്ന് മുഖം തിരിച്ചുവെങ്കിലും അലീനയുടെ നിശബ്ദമായ പരിചരണവും പ്രാർത്ഥനയും വൈജയന്തിയുടെ ഉള്ളിലെ കടുപ്പമേറിയ മഞ്ഞിനെ ഉരുക്കിക്കളയാൻ കാരണമായിരുന്നു. ആ രാത്രി ഹോസ്പിറ്റൽ മുറിയിൽ തനിച്ചായിരുന്നപ്പോൾ വൈജയന്തി അലീനയുടെ കൈ പിടിച്ചു. എന്താ മോളെ, എന്തിനാ നീ എന്നെ രക്ഷിച്ചത്? നിന്നെ അത്രയും അപമാനിച്ചവളല്ലേ ഞാൻ എന്ന് വിതുമ്പലോടെ ചോദിക്കുമ്പോൾ അലീന ഒരു പുഞ്ചിരി മാത്രമേ മറുപടിയായി നൽകിയുള്ളൂ.
താൻ വെറുത്ത ആ കൈകളിലെ സ്നേഹം വൈജയന്തി ആദ്യമായി തന്നെ തിരിച്ചറിഞ്ഞു. ഡിസ്ചാർജായി വീട്ടിലേക്കെത്തിയ വൈജയന്തി അലീനെ ഒരു വേലക്കാരിയെയോ അല്ലെങ്കിൽ ഒരു ശത്രുവിനെ പോലെയൊന്നും അല്ല കണ്ടത്. മറിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വന്ന മാലാഖയായിട്ടായിരുന്നു അവളെ കണ്ടത്. ബാലചന്ദ്രനോടുള്ള പിഴക്കവും സാവധാനം മാറാൻ തുടങ്ങി. കാരണം ആ സ്നേഹം കൊണ്ട് മുറിവുകൾ ഉണക്കാൻ അലീനക്ക് മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ കഥയിൽ പുതിയൊരു വഴിത്തിരിവുണ്ടാവുന്നത് അലീന സത്യത്തിൽ ബാലചന്ദ്രന്റെ മകളല്ല എന്നും വൈജയന്തി പണ്ട് ഉപേക്ഷിച്ച തൻ്റെ സ്വന്തം കുഞ്ഞാണെന്നുള്ള സത്യം രഹസ്യമെല്ലാം തന്നെ ശിവരാമൻ കണ്ടുപിടിക്കുന്നുണ്ട്. ഈ സത്യം പുറത്തു വന്നു കഴിഞ്ഞാൽ തൻ്റെ കുടുംബം വീണ്ടും തകരുമോ എന്ന് ഭയന്ന ബാലചന്ദ്രൻ ഇത് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും പ്രിജിത്താമാമി പറഞ്ഞ ആള് വഴി ഈ വിവരം വൈജയന്തിയുടെ കാതുകളിൽ എത്തുന്നു. താൻ ഇത്രയും കാലം വേട്ടയാടിയത് സ്വന്തം ചോരയാണല്ലോ എന്ന തിരിച്ചറിവ് വൈജയന്തിയെ തളർത്തി കളഞ്ഞു. അവൾ അലീനയുടെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ മാപ്പ് ചോദിച്ചു. ആ കാഴ്ച ആ വീടിനെ ആകെ തന്നെ കണ്ണീരിലാഴ്ത്തി. ഒടുവിൽ എല്ലാ കള്ളക്കഥകളും അവസാനിപ്പിക്കുകയും സത്യത്തിന്റെ വെളിച്ചത്തിൽ അലീന ആ കുടുംബത്തിലെ യഥാർത്ഥ അവകാശിയായി മാറുകയും ചെയ്യുന്നു. വൈജയന്തിയുടെ പ്രായശ്ചിത്തവും അലീനയുടെ ക്ഷമയും ചേർന്ന് ആ വീടിനു മുകളിൽ സ്നേഹത്തിന്റെ ഒരു വലിയ കുട തന്നെ നിവർത്തുന്നു. പകയും പ്രതികാരവും അവസാനിക്കുന്നിടത്ത് ഒരു പുതിയ ജീവിതം അവർക്കായി കാത്തിരിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡ് റിവ്യൂ ആട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.